കൊടുത്താൽ സഹോദരൻ ഈ രാത്രി കാലത്തില് എന്നെ ശ്രമിക്കുന്ന അഥവാ എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ കൂട്ടായ്മയുടെ ചീഫ് ഓർഗനൈസറായ ശ്രീമാൻ പോൾസൺ, സഹോദരൻ പോൾസന്റെ സഹോദരി സ്വാമിയുടെയും വിവാഹ വാർഷിക ആഘോഷത്തിൽ സംബന്ധിക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ എന്നോട് സഹോദരന്റെ മകൻ വിളിച്ച് പറഞ്ഞു, പോൾസിനെ പുകഴ്ത്തി 2 വാക്ക് സംസാരിക്കണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്താണ് ഞാൻ സഹോദരൻ പോൾസിനെ കുറിച്ച് പറയാൻ, എന്താണ് പറയേണ്ടതെന്ന്. അപ്പോഴാണ് എനിക്ക് ഇന്ന് രാവിലെ നടന്ന സംഭവം എന്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ എന്റെ പ്രഭാത സവാരിക്കായിട്ട് എന്റെ മോർണിംഗ് വാക്കിനായിട്ട് ഞാൻ പോകുമ്പോൾ എതിരെ പിഞ്ച് ബാലൻ വന്നു. ആ പിഞ്ച് ബാലൻ എന്നോട് ചോദിച്ചു, അച്ചായോ ഇന്ന് വൈകിട്ട് എന്താ പരിപാടിയെന്ന്. അപ്പൊ പിഞ്ച് ബാലൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ സംശയിച്ചു നിന്നു, എന്താണ് ആ ബാലനോട് പറയേണ്ടത്. അപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, സ്നേഹിബേണിലെ വലിയൊരു മനുഷ്യൻ, വളരെ നല്ലവനായ ഒരു മനുഷ്യന്റെയും വളരെ നല്ലവളായ ഒരു ആന്റിയുടെയും വിവാഹ വാർഷിക പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, ആ പയ്യൻ, ആ പിഞ്ച് ബാലൻ യാതൊരു സംശയവും കൂടാതെ ഇങ്ങനെ പറഞ്ഞു, അത് പോൾസൺ അങ്കിളിന്റെയും സ്വാമി ആന്റിയുടെയും വിവാഹ വാർഷികമല്ലേ. ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. സുഹൃത്തുക്കളെ, നമുക്ക് എന്താണ് മനസ്സിലാക്കുവാനുള്ളത്? നമ്മുടെ പിഞ്ച് ബാലന്മാരുടെ ഇടയ്ക്ക്, കുഞ്ഞു കുട്ടികളുടെ ഇടയ്ക്ക് പോൾസനും സ്വാമിയും വലിയൊരു മനുഷ്യരാണ്. അവിടെ വളരെ നല്ല മനുഷ്യരാണ് ഇവരുടെ അഭിപ്രായമില്ല. പിന്നെ പോൾസനെ കുറിച്ച് പല കാര്യങ്ങളും പറയാനുണ്ട്. പോൾസൺ എന്ന് പറയുന്നത് 60-ലും 16-ന്റെ യുവത്വം കാത്തിട്ടുണ്ട്. സ്വാമി എന്ന് പറയുന്നത് സ്വാമിയുടെ പാചക നൈപുണ്യം കൊണ്ട് 5000-ങ്ങളെയും 10000-ങ്ങളെയും ഗ്രേഗിബിഡും പ്രാന്തപ്രദേശങ്ങളും പലരെയും കൂട്ടിവെക്കുന്ന സ്വാമി സഹോദരി, പിന്നെ തന്നെ സ്വാമിയുടെ കലാബിരുദമുണ്ട്. വൃദ്ധകളെ മധ്യവയസ്കരെ ചെറുപ്പക്കാര്യങ്ങളുമാക്കുന്ന സ്വാമി അവർക്കെല്ലാ ആശംസകളും നേരുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പോൾസന്റെ വിവാഹത്തിലേക്ക് ഉണ്ടായ സംഭവപ്പെട്ട് 2 വാക്കിൽ പറയണമെന്ന് തോന്നിയത്. ഇത് 1988 മാസം 1 സമയം 11-നും 12-നും ഇടയ്ക്ക്. അപ്പോ ആ സമയത്ത് നമ്മുടെ പോൾസൺ വലിയ പണിയൊന്നുമില്ലാതെ തേരാവാരം നടക്കുന്ന സമയത്താണ് പോൾസൺ കണ്ട പോക്കത്തരം കണ്ടിട്ട് പോൾസന്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞു, മകനെ പോൾസ, നിന്റെ പോക്കത്ര ശരിയല്ല. മകനെ പോൾസ, നിന്റെ പോക്കത്ര ശരിയല്ല, നീ എത്രയും വേഗം വിവാഹം കഴിക്കുക. മകനെ പോൾസ, നിന്റെ പോക്കത്ര ശരിയല്ല, നീ എത്രയും വേഗം വിവാഹം കഴിക്കുക. ആ പിതാവിന്റെ ആഹ്ലാദം കേട്ട് നമ്മുടെ സഹോദരൻ സന്തോഷത്താൽ ഉടനെ തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് കാണാനായിട്ട് പോയി. സ്വാമി എന്ന തലണിമണിയെ കണ്ടുമുട്ടി അവര് വിവാഹം കഴിച്ചു. വളരെ സന്തോഷമായിട്ട് പോകുന്നു. അതിനിടയ്ക്കാണ് പോൾസന് ചെറുപ്പത്തിലെ ഈ ലാടഗുരുക്കളായിട്ട് വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. ലാടഗുരുക്കളുടെ മരുന്നുകളും അവരുടെ വിൽപ്പന രീതികളും വളരെ ഇഷ്ടമായിരുന്നു. ആ സമയത്താണ് അങ്കമാലിയിലെ ഒരു ലാടഗുരു വരുന്നത്. ലാടഗുരുവിന്റെ വിൽപ്പന രീതി കണ്ടിട്ട് അതിൽ ആകർഷനായി, അതിൽ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് പോൾസൺ ഒരു ലാടഗുരു മരുന്ന് ഹോൾസെയിൽ തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. ആ ലാടഗുരുവിന്റെ മരുന്നെല്ലാം മേടിച്ചു. പോൾസൺ അങ്കമാലിയിലെ ഒരു ലാടഗുരു ഹോൾസെയിൽ മരുന്ന് തുടങ്ങി. അതിനുശേഷം ലാടഗുരുക്കളെ അങ്കമാലി പ്രദേശത്ത് ഒരു ലാടഗുരുക്കളെയും കണ്ടിട്ടില്ല. കാരണം ഏത് ലാടഗുരു വന്നാലും ആ ലാടഗുരു മരുന്നെല്ലാം പോൾസന്റെ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല കാര്യങ്ങൾ. പിന്നെ പോൾസൺ അവിടെ അങ്കമാലി പട്ടണത്തിലുള്ള ജനങ്ങളുടെ ആരോഗ്യകാര്യത്തില് വളരെ സുഖമായിരുന്നു. അങ്ങനെ അങ്കമാലി നഗരസഭ തന്നെ ആരോഗ്യ തീരുമാനം കൊടുക്കുകയും അവിടുത്തെ ആരോഗ്യ വകുപ്പിന്റെ ചീഫ് ഓഫീസറെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ ഓഫീസറായത് പോൾസൺ അവിടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്
ഓസ്ട്രേലിയയിൽ വരാനുള്ള ഒരു പ്രയോജനം ഉണ്ടായി. ഓസ്ട്രേലിയയിൽ വന്നു. അപ്പൊ അവർക്കുള്ള എല്ലാ ആശംസകളും, അവരുടെ വിവാഹ ജീവിതത്തിലെ 25ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ എല്ലാ ആശംസകളും നേരുകയാണ്. അപ്പൊ അവർക്ക് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരൻ ജോസ് പറഞ്ഞൂരാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആസ്ഥാന കവിയാണ് ഞങ്ങളുടെ KK കൂട്ടായ്മയുടെ ആസ്ഥാന ചീഫ് ഓർഗനൈസറാണ്. അപ്പോ ആ കോഴ്സിന് വേണ്ടി പോയിരുത്തിക്കൊണ്ട് രണ്ട് കവിത ശകലങ്ങൾ ചൊല്ലാനായിട്ട് ഇന്നലെ കവിത ചെന്നപ്പോഴാണ് ജോസ് എഴുതിയത്. ആ പാട്ട് ജോസ് ഞങ്ങൾക്ക് വേണ്ടി പാടാനായിട്ട് സഹോദരൻ ജോസ് പറഞ്ഞൂരാനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. ഉച്ചഭാഷണിക്ക് തയ്യാറായിരുന്നാൽ ഒരല്പം സമയം വ്യത്യസ്തനാമൊരു വ്യത്യസ്തനാമൊരു No se പഠിക്കോ? അതാ അതെ